ബിനിലും എസ് രാഗിനും അവിടെ തുടരുന്നുണ്ട്. ബിനിൽ, രാഗിൻ, ഇപ്പോൾ നമ്മൾ പ്രോസിക്യൂട്ടറുടെ പ്രതികരണം കേട്ടു. ഇപ്പോൾ ശ്രീ വെങ്ങാനൂരും അതിനോട് സൂചിപ്പിച്ച കാര്യം, അതായത് പ്രോസിക്യൂഷന്റെ ഒരു പരാജയം തന്നെയാണ്. കെട്ടിപ്പൊക്കിയ കഥകൾ കോടതിയിൽ പൂർണ്ണമായി തെളിയിക്കുന്നതിലുണ്ടായ പാളിച്ചയാണോ, അല്ലെങ്കിൽ ഇപ്പോൾ കോടതി തന്നെ പറയുന്നുണ്ട് ഇവരുടെ പ്രായം പരിഗണിച്ചു, കുടുംബ പശ്ചാത്തലം പരിഗണിച്ചു എന്നാണ്. അത് ഈ ശിക്ഷ അല്ലെങ്കിൽ മിനിമം ശിക്ഷ എന്ന നിലയിലേക്ക് പോകാൻ കാരണമായോ? അപ്പോൾ എല്ലാം ആ ജഡ്ജ്മെന്റ് പകർപ്പ് വായിച്ചു കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും ഒരു നിരാശ കലർന്ന പ്രതികരണമാണോ കൂടുതലും വരുന്നത്? തീർച്ചയായും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം നിരാശ തന്നെയാണ് ആത്യന്തികമായി ഉണ്ടായിരിക്കുന്നത് എന്നത് പറയാതെ വയ്യ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം 10 പ്രതികളാണ് ഈ കേസിൽ ഉണ്ടായിരുന്നത്. അതിൽ 4 പേർ, ദിലീപ് അടക്കമുള്ള 4 പേരെ കോടതി വെറുതെ വിടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അത് പ്രോസിക്യൂഷന് ആദ്യ ആഘാതമായി. കേവലം ഈ 4 പേരെ വെറുതെ വിടുന്നതിനപ്പുറം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻഡ് അത് എന്ന് പറയുന്നത് ദിലീപ് നൽകിയിട്ടുള്ള കൊട്ടേഷനായിരുന്നു എന്നതാണ്. പക്ഷേ ആ സ്റ്റാൻഡ് കോടതി അംഗീകരിച്ചില്ല. അപ്പോൾ തന്നെ പ്രോസിക്യൂഷന് തിരിച്ചടിയായിരുന്നു. അതിനുശേഷം ബാക്കിയുള്ള ഈ ആക്ഷനിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേർ, ഈ 6 പേരുടെ ശിക്ഷയിന്മേലുള്ള വാദം നടന്നു. അതിൽ പ്രോസിക്യൂഷൻ പ്രധാനമായും മുന്നോട്ട് വെച്ചിരുന്നത് 376D, അതായത് ഗ്യാങ് റേപ്പ്. ഇത് എല്ലാ പ്രതികൾക്കും എതിരെയുണ്ട്. അതുകൊണ്ട് പരമാവധി ശിക്ഷ നൽകണം, ജീവപര്യന്തം ശിക്ഷ തന്നെ നൽകണം, ഇളവില്ലാത്ത ജീവപര്യന്തം ശിക്ഷ നൽകണം എന്നതായിരുന്നു പ്രോസിക്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. പ്രതികളടക്കം തങ്ങൾക്ക് ശിക്ഷ ഇളവ് വേണം, പെറ്റി കേസ് പോലും ചിലർക്കെതിരെയില്ല. മാത്രമല്ല ഇത്തരം കാര്യങ്ങളിലടക്കം കുടുംബത്തിൻ്റെ അവസ്ഥയടക്കം കോടതിക്ക് മുന്നിലേക്ക് വച്ചു. അത് സാധാരണഗതിയിൽ ഏത് കേസിലും അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഏറ്റവും ഒടുവിൽ പറയുന്ന വാദഗതികൾ തന്നെയാണ്. പക്ഷേ അപ്പോഴും പ്രോസിക്യൂഷൻ അതിശക്തമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തു. പക്ഷേ അവിടെയും തിരിച്ചടിയാണ് പ്രോസിക്യൂഷൻ ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ 376D പ്രകാരമുള്ള ഏറ്റവും മിനിമം ശിക്ഷയാണ് 20 വർഷം. അതിന് മുകളിലേക്ക് ജീവപര്യന്തം വരെയാകാം. എന്നാൽ ജീവപര്യന്തം കൊടുത്തില്ല, മറിച്ച് 20 വർഷമാണ് ഇവർക്ക് ശിക്ഷ കൊടുത്തിരിക്കുന്നത്. പിന്നീട് പ്രോസിക്യൂഷന് പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ പ്രോസിക്യൂഷന് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രതിഭാഗമടക്കം മുന്നോട്ട് വച്ചിരുന്നത് ഓരോരുത്തരുടെയും കുറ്റം കൃത്യം അത് സെപ്പറേറ്റ് ആയിട്ട് പ്രത്യേകം കാണേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ചില ആളുകൾ നടിയെ സ്പർശിച്ചിട്ട് പോലുമില്ല, ചില പ്രതികൾ നടിയെ സ്പർശിച്ചിട്ട് പോലുമില്ല. പൾസർ സുനിയാണ് ഈ ക്രൂരമായിട്ടുള്ള ആക്രമണം നടത്തിയത് എന്നതായിരുന്നു. എന്നാൽ ആ വാദഗതികൾ കോടതി അംഗീകരിച്ചിട്ട് എല്ലാവർക്കും ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന നിലപാട് തന്നെയാണ് പ്രധാനമായിട്ടും ഈ കോടതി കണ്ടെത്തിയത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് 20 വർഷം എന്ന് പറയുന്നത് പൾസർ സുനിക്കും മാർട്ടിനും മണികണ്ഠനും വിജീഷിനും പ്രദീപിനും സലീമിനും തുല്യമായി തന്നെ നൽകിയത്. കാരണം ഇവരുടെ സഹായമില്ലായിരുന്നുവെങ്കിൽ പൾസർ സുനിക്ക് കൃത്യം ചെയ്യാൻ കഴിയില്ലായിരുന്നു എന്ന പ്രോസിക്യൂഷൻ്റെ ആ നിലപാട് ആ നിലയിൽ കോടതി അംഗീകരിച്ചു എന്ന് വേണം വ്യക്തമാകാൻ, മനസ്സിലാക്കാൻ. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്നാലും